നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് നിയമങ്ങൾ പഠിച്ചല്ലേ? അപ്പോൾ അതിൽ ആദ്യം നിലവിൽ വന്ന നിയമമാണ് 1773 നിലവിൽ വന്ന റെഗുലേറ്റിംഗ് ആക്ട്. എങ്കിൽ ഈ റെഗുലേറ്റിംഗ് ആക്ട് 1773 പ്രത്യേകത എന്തൊക്കെയാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിർമ്മിച്ച ആദ്യ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. കമ്പനിയുടെ രാഷ്ട്രീയവും ഭരണപരവുമായിട്ടുള്ള ചുമതലകൾ നിർവഹിച്ച ആദ്യ നിയമവും റെഗുലേറ്റിംഗ് ആക്റ്റാണ്. ഇന്ത്യയിൽ കേന്ദ്രഭരണത്തിന് അല്ലെങ്കിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേഷന് അടിത്തറ പാകിയ നിയമം ഏതെന്ന് ചോദിച്ചാൽ അത് റെഗുലേറ്റിംഗ് ആക്ട് 1773. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ആദ്യത്തെ നിയമമാണ് റെഗുലേറ്റിംഗ് ആക്ട് 1773. ഇത് പ്രകാരമാണ് ബംഗാൾ ഗവർണർ എന്ന തസ്തിക മാറി ബംഗാളിൻ്റെ ഗവർണറിനെ ബംഗാൾ ഗവർണർ ജനറൽ എന്ന് പേര് മാറ്റം വരുത്തുന്നത്. ഈ ഒരു നിയമം വരുന്നതിലൂടെ ബംഗാൾ ഗവർണർ ജനറൽ ആയി മാറുന്നുണ്ട് ബംഗാൾ ഗവർണറായിരുന്ന ആ ഒരു തസ്തികയുടെ പേര്. ആദ്യത്തെ ബംഗാൾ ഗവർണർ ജനറൽ ആയിരുന്നത് വാറൻ ഹേസ്റ്റിങ്സ് എന്ന ബ്രിട്ടീഷുകാരനാണ്. അപ്പോൾ വാറൻ ഹേസ്റ്റിങ്സൺ എന്ന് പറയുന്ന വ്യക്തിയാണ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. ഇദ്ദേഹത്തിന് കീഴിൽ അല്ലെങ്കിൽ ഈ ബംഗാൾ ഗവർണറിന് കീഴിൽ വരുന്ന കൗൺസിലിനെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്നറിയപ്പെട്ടിരുന്നു. അപ്പോൾ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം ഗവർണർ ജനറലിനെ സഹായിക്കാൻ നിലവിൽ വന്ന എക്സിക്യൂട്ടീവ് കൗൺസിലിൽ എത്ര അംഗങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ അത് 4 അംഗങ്ങളാണ്. ഏത് കൗൺസിലാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ അത് എക്സിക്യൂട്ടീവ് കൗൺസിലുമാണ്. ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ.